അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്. ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെ ആയിട്ട് ഓരോ വിഷമങ്ങൾ എഴുതി അറിയിച്ചവരുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു റാഹത്തിലും സമാധാനത്തിലുമാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ 2-3 ദിവസം മുന്നേ ആയിട്ട് ഒരു സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇബ്രാഹിമിയ സ്വലാത്ത്. ആ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് 2 സഹോദരിമാർ വാട്സപ്പിലൂടെ ആയിട്ട് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ നിയ്യത്താക്കി ചൊല്ലിയിട്ട് വിചാരിച്ച കാര്യം നടന്നു കേട്ടോ എന്ന് അവരുടെ സന്തോഷമൊക്കെ വാട്സപ്പിലൂടെ ആയിട്ട് അറിയിച്ചവരുണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു ദിക്റിനെ കുറിച്ചാണ്. അതായത് ഈ ഒരു ദിക്ർ ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് മിനിറ്റുകൾ കൊണ്ട് തന്നെ ഉത്തരം കിട്ടിയ ദിക്റാണ്. അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ ചിലപ്പം ഉത്തരം കിട്ടിയവരുണ്ടാവും. ഒരുപാട് ശക്തിയുള്ള ഒരു ദിക്റാണ്. നമുക്ക് തന്നെ അറിയാം ഈ ദിക്റിനെ കുറിച്ചുള്ളൊക്കെ ചരിത്രമൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അറിയാമായിരിക്കും. പ്രഭാഷണമൊക്കെ കേൾക്കുന്നവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ഞാൻ ചൊല്ലിയ ഒരു രൂപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നോട് ഉമ്മമാർ ഒരുപാട് സഹോദരിമാർ എപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ ചൊല്ലിയിട്ട് ഉത്തരം കിട്ടിയ ദിക്റുകളെ പറ്റിയൊക്കെ നിങ്ങൾ വീഡിയോയിൽ പറയണം കേട്ടോ എന്ന്. അപ്പോൾ ഞാൻ സ്വലാത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ. നിങ്ങൾക്കൊക്കെ ഒരുപാട് പരിചയമുള്ള ദിക്റല്ലേ, നമ്മളൊക്കെ നിത്യമായിട്ട് ചൊല്ലുന്ന ഒരു ദിക്റും കൂടിയാണ്. ഒരുപാട് ശക്തിയുണ്ട് ഈ ഒരു ദിക്റിന്. പ്രതിഫലം കിട്ടുമെന്ന് ഉറപ്പാണ്, 100% ഉറപ്പുള്ള ഒരു ദിക്റാണിത്. അപ്പോൾ ഞാൻ ചൊല്ലിയൊരു രൂപം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. എനിക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ, ഒരു ദിവസം മണിക്കൂറൊന്നും ആയിട്ടില്ല, എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ ആ ഒരു രീതി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. നിങ്ങൾക്കും ഇതേപോലെ നിയ്യത്താക്കിയിട്ട് ചൊല്ലാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഓരോ ദിവസവും, എല്ലാ ദിവസവും അസർ നമസ്കാരത്തിൻ്റെ ശേഷം നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ ഒരു ദിക്ർ 103 തവണ ഓരോ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം, അതായത് ഓരോ നിസ്കാരം എന്ന് പറയുന്നത് ഓരോ ദിവസവും അസർ നമസ്കാരം കഴിഞ്ഞിട്ട് 103 തവണ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നിങ്ങനെ ഓരോ നിസ്കാര ശേഷമായിട്ട് ഞാൻ 7 ദിവസം തുടരെയായിട്ട് ഞാൻ ചൊല്ലി. 7 ദിവസം അങ്ങനെ ഫസ്റ്റത്തെ ദിവസം തന്നെ ആ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സിൽ നിയ്യത്താക്കിയിട്ടുണ്ടായിരുന്നു, 7 ദിവസം തുടരെയായിട്ട് റബ്ബേ ഞാൻ ഈ ഒരു രൂപത്തിലായിട്ട് ഞാൻ ഈ ഒരു ദിക്ർ ചൊല്ലും. എൻ്റെ മനസ്സിൽ ഒരു പ്രയാസമുണ്ട്, ഒരു ദുഃഖമുണ്ട്, ആ ഒരു പ്രയാസം ഒന്ന് സമാധാനത്തിലാക്കി തരണേ എന്ന് മനസ്സിൽ അങ്ങോട്ട് നിയ്യത്താക്കി ചൊല്ലി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഉത്തരം കിട്ടിയൊരു ദിക്റാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ നിയ്യത്താക്കിയിട്ട് ചൊല്ലിയാൽ ഉത്തരം കിട്ടും. അപ്പോൾ എങ്ങനെ വേണം, മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണോ നിങ്ങളിത് നിയ്യത്താക്കിയിട്ട് ചൊല്ലുന്നത്, എന്നാലാണ് ഇതിന് ശക്തിയേറിയ ഫലം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. നമുക്ക് മനസ്സ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നിങ്ങനെ നമ്മളിങ്ങനെ ചൊല്ലുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ദിക്റിലേക്ക് മാത്രമായിരിക്കണം നമ്മുടെ ശ്രദ്ധ, അല്ലാണ്ട് വേറെ വേണ്ടാത്ത ചിന്തയിലേക്കൊന്നും നമ്മുടെ മനസ്സ് പോരുത്. ഈ ഒരു ദിക്റിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഞാൻ ചൊല്ലിയ എണ്ണമാണ് 103. വെറും 103 തവണ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റേതായ ദിക്റുകളും തസ്ബീഹുകളും ഒക്കെ കഴിഞ്ഞ് ദുആവും കഴിഞ്ഞതിന് ശേഷം ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ചൊല്ലി തീർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ചൊല്ലി തീർന്ന ഉടനെ തന്നെ, ആ നിസ്കാരപ്പായയിൽ നിന്ന് എണീറ്റ ഉടനെ തന്നെയായിട്ട് ഞാൻ ആ പ്രയാസപ്പെട്ട ആ കാര്യം ഒരു സമാധാനത്തിലായി കിട്ടിയ വിവരം എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സന്തോഷ വാർത്ത എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടും പറയുകയാണ്, ഓരോ പ്രയാസം പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ടെൻഷൻ പറയുന്ന ഒരുപാട് പല വിധത്തിലുള്ള പ്രയാസമാണ് പലർക്കുമുള്ളത് അല്ലേ. എനിക്കൊരു വിഷമം, ഒരു പ്രയാസമാണ് എങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു രീതിയിലുള്ള വിഷമവും പ്രയാസവുമായിരിക്കും. അങ്ങനെ സകല ടെൻഷനും സകല പ്രയാസവും തീരാൻ വേണ്ടി നിങ്ങൾ മനസ്സിൽ നിയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി. അപ്പോൾ ഇത് ചൊല്ലുന്നതിന് മുന്നേ ആയിട്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. റബ്ബേ, ഞാൻ ഈ ഒരു ദിക്ർ, ഇന്ന ദിക്ർ ഞാൻ 103 തവണ
7 ദിവസം ഞാൻ തുടരെയായിട്ട് ഞാൻ ചൊല്ലുമെന്ന് മനസ്സിൽ നിയത്താക്കിയിട്ട് അള്ളാഹുവിനോട് പറയുക. എൻ്റെ മനസ്സിലുള്ള പ്രയാസമാണോ, എന്ത് കാര്യത്തിനാണ് നമ്മുടെ മനസ്സ് വേദനിക്കുന്നത്, ആ ഒരു കാര്യം അള്ളാഹുവിനോട് മനസ്സിൽ തട്ടിക്കൊണ്ട് ദുആ ചെയ്യുക. ആ ദുആ അള്ളാഹു തട്ടില്ല. കാരണം ഈ ഒരു ദിക്ർ ചൊല്ലിയതിൻ്റെ ശേഷമാണ് നമ്മുടെ ആ കാര്യം അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കും ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ വിചാരിച്ച കാര്യം അള്ളാഹു അൽഹംദുലില്ലാ റാഹത്താക്കി തന്നാലും ഈ 7 ദിവസം നമ്മൾ നിയ്യത്താക്കിയിട്ടുണ്ടല്ലോ, അത് നിർബന്ധമായിട്ടും ആ 7 ദിവസം നിങ്ങൾ ചൊല്ലി തീർക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ദിക്റാണ്, നമുക്ക് അശുദ്ധിയുള്ള സമയത്തൊക്കെ ചെല്ലാൻ പറ്റുന്ന ദിക്റാണ്. അതുകൊണ്ട് ആ ഒരു പ്രയാസമില്ല. അതുകൊണ്ട് നിയ്യത്താക്കിക്കോളി. മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾക്കും ഫലം കിട്ടുന്ന ദിക്റാണ്. ആത്മാർത്ഥമായിട്ട് ചെയ്യണം. അല്ലാണ്ട് നിങ്ങൾ മനസ്സിൽ വേറെന്തൊക്കെയോ ടെൻഷനും പ്രയാസവും വെച്ചിട്ട് ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് എനിക്കിതിന് ഫലം കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ദിക്റിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് ഒരു മനസ്സിൽ നല്ല തെക്കുവയോട് കൂടിയിട്ട് ചൊല്ലാൻ നോക്കുക. എന്നാൽ നിങ്ങൾക്കും 100% നിങ്ങൾ വിചാരിക്കുന്ന എന്ത് ഹലാലായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയും ഇന്നത് എന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ കടം കൊണ്ടാണോ പ്രയാസപ്പെടുന്നത് എങ്കിൽ കടം വീടാൻ വേണ്ടിയിട്ട് നിയ്യത്താക്കി ചൊല്ലിയാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും, നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രയാസങ്ങളുള്ളവരുണ്ട് അല്ലേ, ഒരുപാട് വിഷമത്തോട് കൂടിയിട്ട് അങ്ങോട്ട് തമ്മിൽ മിണ്ടാതെ പ്രയാസം അനുഭവിച്ച് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. ഒരുപാട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവരെപ്പോഴും പറയാറുള്ളത്, ഇന്നാലിന് പ്രയാസമുണ്ട്, ഇന്നാലിന് വിഷമമുണ്ട് എന്ന്. ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് ഉത്തരം കിട്ടി എന്ന് എനിക്ക് ഓരോ പ്രയാസം ഇങ്ങനെ എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് ഉമ്മമാർ പറയാറുണ്ട്, സഹോദരിമാരൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ അവരോട് ഈ ഒരു ദിക്ർ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവരിങ്ങോട്ട് തന്നെ പറയാറുണ്ട്, ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് എനിക്ക് ഫലം ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ഇത്താ. ഞാൻ ഈ ഒരു ദിക്ർ ഓരോ പ്രയാസത്തിന് വേണ്ടിയിട്ടും ഓരോ കാര്യങ്ങൾ നിറവേറി കിട്ടാനൊക്കെ വേണ്ടിയിട്ട് മനസ്സിൽ നിയ്യത്താക്കിയിട്ട് ചൊല്ലുന്ന ഒരു ദിക്റാണിത് എന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ അത്രക്കും ഫലം ഉള്ള ഒരു ദിക്റാണ്. നിങ്ങൾക്കറിയില്ലേ ഇതിൻ്റെ ഒരു ചരിത്രം? ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ദിക്റിനെ പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലായിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു ദിക്ർ മാത്രം സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രകഥയുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാക്കിയതിന് ശേഷമായിട്ട് ചൊല്ലി നോക്കുക. ചൊല്ലുന്നത് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാണ്, മനസ്സിൽ നല്ല തെക്കുവ വെച്ചിട്ട് ചൊല്ലുക കേട്ടോ. മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ചൊല്ലുക. എന്നാലാണ് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് അതിന് അള്ളാഹു പ്രതിഫലം നൽകും. കാരണം അള്ളാഹ് കാണുന്നുണ്ട് നമ്മുടെ മനസ്സ്. ഇത് ചൊല്ലുന്ന സമയത്ത് ഞാനിപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അടുക്കളയിൽ അരി അടുപ്പത്തിട്ടുണ്ട്, അത് വെന്ത് പോവുമല്ലോ, അല്ലെങ്കിൽ കറി വെക്കണമല്ലോ, അടുക്കളയിൽ പണിയുണ്ടല്ലോ, ആ ഒരു ചിന്ത വെച്ചിട്ട് ഈ ഒരു ദിക്ർ ചൊല്ലി തീർക്കണമല്ലോ എന്നൊരു മനസ്സോട് കൂടിയിട്ട് ചൊല്ലരുത്. മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് നല്ല തെക്കുവയോട് കൂടിയിട്ട് ചൊല്ലി നോക്കുക. അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. ദുആ ചെയ്യാൻ ആരും മറന്നു പോകരുത്. ദിക്ർ മറന്നു പോകണ്ട. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഞാൻ സ്ക്രീനിൽ കൊടുക്കാട്ടോ, സംശയമുള്ളവർക്ക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.